അണ്ണാ എങ്ങനെയുണ്ട്? എനിക്ക് കേക്കുന്നില്ല. എനിക്ക് ഇവിടെ മാറി കിടക്കുവാ. വെയിറ്റ്. എടാ കിങ് ലോക്കി, നീ സ്ഥിരം സൂപ്പർ ചാറ്റ് ചെയ്യുന്നവനാ. നീ എന്നിട്ട് ഞാൻ ഈഗിളിന്റെ ഡിസ്കോഡിൽ കൊണ്ടിട്ട് ഫേമസ് ആക്കി തരാന്ന് പറഞ്ഞ് കൊട്ടേഷൻ ആയിട്ട് വന്നതാണല്ലേ നീ? പൈസ മേടിച്ചാണ് അവൻ. ഈ കമ്മീഷനിലാണ് നീ സൂപ്പർ ചാറ്റ് ചെയ്യണം അല്ലേ? നൈസ്, നൈസ്, കൊള്ളാം. ഇതുപോലത്തെ പമ്പരപ്പറയന്മാരെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ ഗെയിമിനകത്ത്? ഓരോ ദിവസവും ഇങ്ങനത്തെ ഓരോ പമ്പരപ്പറയൻ, പറന്നടി വീരൻ, മറ്റേ മലത്തിയടി ചന്ദ്രൻ, ഇതൊക്കെയാണ് ഓരോരുത്തന്മാരൊക്കെയാണ് വരുന്നത്. ഇതിപ്പോ ഞാനിപ്പോ ഗ്ലോബലിൽ ആക്രോസ് ഉണ്ട്. ഞാൻ ഗ്ലോബൽ കളിക്കണേ. ഞാനിപ്പോ ഗ്ലോബലൊക്കെ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കണേ. ഗ്ലോബൽ ഗ്രൈൻഡ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഓരോരുത്തന്മാരിങ്ങനെ വരും, ഓരോ സാമാനം ഇട്ടുകൊണ്ട്. ഭയങ്കര പ്രശ്നമാണ് ഇവന്മാർക്ക്. ഒരു ഗെയിം ഇങ്ങനെ കളിക്കുമ്പോൾ ഇവന്മാർക്ക് എന്ത് സുഖമാണ് കിട്ടണമെന്ന് ഞാൻ ആലോചിക്കണേ. ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ഒരാളെ കൊല്ലുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷമൊക്കെ വരും. ഇതെന്തൊരു വേണ്ട. ലിജോ ചേട്ടൻ്റെ വണ്ടി. Powerful people make places powerful. ഇതേതായിരുന്നു വണ്ടി? സിഡിയാണോ ഇത്? സിഡിയാണോ അതോ മിസ്റ്റർ ആണല്ലേ? ഇത് ലാൻസർ അല്ല ഗൈസ്, ഇത് സിഡിയത്. ലാൻസർ അല്ല എന്തായാലും. ഇത് ലിജോ ചേട്ടൻ തന്നെ ഇട്ടേക്കണേ. ലിജോ ചേട്ടാ ഇവിടെ ഉണ്ടാവല്ലേ? ലിജോ ചേട്ടാ, വെൽക്കം ടു സ്ട്രീം ലിജോ ചേട്ടാ. നമ്മുടെ BMW എല്ലാം നോക്കണത് ഇപ്പൊ ലിജോ ചേട്ടനാണ്. നമ്മള് കണ്ടതാ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. എടാ 10ാം ക്ലാസ്സിലൊന്നും പഠിച്ചവന്മാരോട്ട് എനിക്ക് യാതൊരു കോണ്ടാക്ട് പോലും ഇല്ല ഇപ്പൊ. എനിക്ക് സത്യം പറയാലോ, പ്ലസ് ടു പഠിച്ചവരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളുമായിട്ടും വലിയ കോണ്ടാക്റ്റും അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോ വല്ലപ്പോഴും വല്ല ഹായ് ബായ് വല്ലതും പറഞ്ഞാലായി. സ്കിപ്പ് റീൽസ് എന്ന് പറയുമ്പോൾ ബ്രോ 2 വീഡിയോ കാണേണ്ടി വരും. അല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ ഇതൊന്നും ഇവിടെ കൊണ്ടിടലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം റിയാക്ട് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോസ്. ഞാൻ മറ്റേ ക്ലീഷേ റീൽസ് ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ ഇവിടെ ചെയ്യും. ഗിരീഷ് പുത്തഞ്ചേരി. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു. എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും വേണ്ട. എന്റെ അമ്മോ. ഗിരീഷ് പുത്തഞ്ചേരി. पकड़ के खींचे पीछे मुझको मिलते जब भी मौके इनके बदलते नकाब मुझे बदलने नसीब. കേട്ടതെല്ലാം സത്യമാണ്, കേൾക്കുന്നതോ സത്യമാണ്. കേരളം മുനി കേരളം എന്ന ഭാഷയോടെ നിൽക്കുവാണ്. എടാ ഇപ്പൊ ആരാ പാട്ട് പാടിയേ? എടാ എന്താ ചെയിൻ ടുഗദർ. എടാ ഒരു അച്ചിലൂക്കി സിനിമയ്ക്ക് പോയേക്കുവാ. ആ അച്ചിലൂക്കി ഇവിടെ വന്നതാ ഇപ്പൊ കേറും. ആ അച്ചിലൂക്കി കണ്ണാപ്പി സിനിമയ്ക്ക് പോയേക്കണം, ഇപ്പൊ വരും. അണ്ണാ ഈ ഡ്രസ്സിൽ കാണുമ്പോൾ ചെറിയ ശരീരം വലിയ തലയും പോലെ തോന്നുന്നു. ഓവർ സൈസ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാ പിന്നെ ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് ജീവിക്കാൻ
എന്നാൽ ആരും പുറകടിക്കാതിരിക്കാം. സത്യമല്ലേ? ശിബുദിൻ കറക്റ്റ് സൗത്ത്. ഓക്കെ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? എടാ ഇവന്മാരൊക്കെ എന്ത് ചെയ്യാൻ? ഇവന്മാരൊക്കെ മണ്ടന്മാരാണോ ശരിക്കും? നമ്മളിത് പ്രതീക്ഷിച്ചല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവൻ വരുമെന്ന്? വേണ്ട, ഒരു വീഡിയോ അവിടെ വെങ്കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് തംബ്നെയിലില് ക്ലൈമാക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇവനെയൊക്കെ ശരിക്കും സിനിമ എടുക്കാൻ കൊടുക്കണം. ക്ലൈമാക്സ് സീൻ ആദ്യം പ്ലേ ചെയ്യും, എന്നിട്ട് അതും തന്നെ ട്രെയിലറി വരും ക്ലൈമാക്സ്. അവന്റെ വാട്ടർ പാർക്ക് കണ്ടാൽ തന്നെ അറിയാം അവരാതോണെന്ന്. അടിച്ച് അവരൊക്കെ തിരിക്കണം. ഐഡി ഇവന്റെ ഐഡി ശിബുദിനം അങ്ങനല്ലേ? അല്ല ബെഞ്ചമിൻ പി ജോബി. അവൻ ചോദിച്ച ഐഡിയ മറ്റേതാണ്. നിനക്ക് നീ ഈ ഐഡിയ കൊണ്ട് പോകും, നീ പോയി ശുഭദിനം കേട്ടോണ്ടിരി. Caindo de paraquedas no meu ping. E brigando no amarelo. Nossa, dá pra fazer lá. Cara, eu vou tentar, velho. ഓ പ്രാന്താണ്. Vem. Quando eu falar já, vocês grudam. Quando eu falar já. Quem tem duas, droga pro rei. Gruda, Hiro. Show, pode. ഒരു സ്കോഡങ്ങ് തീരും. സ്കോഡ് വൈപ്പായി അവിടെ. സ്കോഡ് വൈപ്പായി. അത് ലാസ്റ്റാണ്. എനിക്ക് നഷ്ടമായ 2 കോടിക്ക് വേണ്ടി 4 കോടി മുടക്കാനും ഞാൻ റെഡിയാണെന്ന്. പുള്ളി കൂട്ടത്തിലുള്ള 4 പേരെ കൊന്നു കളഞ്ഞ്. കൂട്ടത്തിലുള്ള 3 പേരും ചത്ത്, ഇവരും ചത്ത്. എടാ ഞാൻ വീടിന് വെളിയിൽ പൊട്ടിയതിന് എങ്ങനെ വീടിനകത്തുള്ളവരെങ്ങനെ നോക്കായി? ഡാമേജ് ഉണ്ട് പറഞ്ഞ പോലെ. ശരി, ആ വിഷയം. കംപ്ലീറ്റഡ് ദിസ് ഗെയിം വിത്ത് ദിസ് ലാഗ്. ഒരു ശരിയായ ആളെയാണ്. ആണോ? സ്പോയിലർ ആണോ? ആ സ്പോയിലർ ഉണ്ട്. കളി ചേർത്ത് ഇന്നലെ ഒരു ഐപാഡ് കൊടുത്തതേ ഉള്ളു മോനെ. ഇത് ഇനിയിപ്പോ ഈ ഒരു നിന്റെ ഈ ലാഗ് തീർക്കാൻ എനിക്കൊരു PC തരാന്ന് പറയണത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുറച്ച് കഷ്ടപ്പാടിലൊക്കെയാണ്. ഗിവ് അവേ ഉണ്ട്. ബ്ലൈൻഡ് റബൽ ആൻഡ് TXA ഗെയിമിങ്ങിന്റെ ഒരു ഗീവ് അവേ ഉണ്ട്. ഒന്നല്ല രണ്ട്. അപ്പൊ നമ്മളെ ഒരുമിച്ച് പറഞ്ഞത് നേരെ പോവാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ അത് മനസ്സിലായോ? 1 അല്ല 2. ടുമാറോ സ്റ്റീവ്, ബാലൻ, ഇറ്റാച്ചി, സ്നൈപ്പ്. ഓക്കെ, ഇറ്റാച്ചിയിലെ പ്രതീക്ഷ പോയി. ടിവിയില് ഞാൻ പറയല്ലോ, ഇറ്റാച്ചിയിലെ പ്രതീക്ഷ എനിക്ക് പോയി. സ്നൈപ്പ് ഓൾറെഡി സൈഡിലായി. ഇനി ഇറ്റാച്ചി കൂടെ ഉള്ളു തുലയ്ക്കാൻ. ഫ്ലഫി ഉണ്ട്. അതെ, ഇവിടെ ഉണ്ടല്ലേ? നീളൊക്കെ 6-ാമനായിട്ട് ഒരു 4-5-ാമനായിട്ട് ഒരാള് ഒരു ദിവസം ആബ്സെന്റ് ആണെങ്കിൽ കളിക്കാലോ. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13. വേനലവധി മാസം അത് ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാൾ എന്റെ പിന്നിൽ അറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം. അതിന്റെ പേര് കാമം. അതിന്റെ പേര് അതിന്റെ പേര് കാമം. എന്റെ ഒരു അണ്ണ ഇങ്ങനത്തെ റിമിക്സ് എന്തേലും ഉണ്ടാക്കണ്ട. എന്റെ പേര് ആണ്, സ്ട്രീം ചെയ്യും ഡെയിലി. ആസാനം ഇറക്കാം ഞാൻ.
എടാ ഞാൻ പുള്ളിക്കാരുടെ ഭയങ്കര ഫാനാ. പക്ഷെ ഈ പാട്ട് ഭയങ്കര ശോകമായിപ്പോയി കേട്ടോ. അത് സത്യം പറയാം, ഭയങ്കര ശോകമായിപ്പോയി. അജിതാഹരെ പാടുന്നത്. ആ അജിതാരൊക്കെ പുള്ളിക്കാര് പാടിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴുള്ള സാധനമാണ് അജിതാരൊക്കെ. എന്റെ അതിന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ്ങാ. അത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഇതായിപ്പോയി ഈ പാട്ടടാ. ഇങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറയാൻ ഓരോ സ്ട്രഗിൾ ഉണ്ടാവും. ആമ്പിള്ളാർക്ക് പറയാൻ എന്തോ സ്ട്രഗിൾ ഉണ്ടാവും, ആമ്പിള്ളാർക്ക് പറയാൻ എന്തോ സ്ട്രഗിൾ ഉണ്ടാവും. അത് ഒരുമാതിരി ഇവരിങ്ങനെ എല്ലാവരും ഇക്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് രണ്ട് സൈഡും ഒരുപാട് ഇതുണ്ട്. ലൈക്ക് അപ്പം അതിൽ പെണ്ണിന്റെ സൈഡ് മാത്രം പറയുകയാണെന്ന് പറഞ്ഞാൽ ഓക്കെ. ബട്ട് സ്റ്റിൽ എന്ന് വെച്ചാൽ ഒരു എന്താ എനിക്കിത് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇതാരാണ് എടാ ഗൗരി ലക്ഷ്മി പുള്ളിക്കാരി. ഗൗരി ലക്ഷ്മി എന്നല്ലേ പേര്? അതെ അതെ, വൺ ഓഫ് ദ ഫേവറേറ്റ് സിംഗറാണ്. പക്ഷെ എനിക്ക് പുള്ളിക്കാരുടെ ആ പാട്ടിനോട് താല്പര്യമില്ല. ബട്ട് ഓൾവേസ് ആരോ നെഞ്ചിലൊക്കെ പുള്ളിക്കാരിയെ പാടിയ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം. ഞാൻ BMW എയർ റിമൂവ് ചെയ്തു. MVD സീൻസ് ഭയങ്കര ഇതാണ്. വണ്ടിയുടെ മറ്റേ അവരത് ഓൾറെഡി കുറെ നമ്മുടെ ലൈവ് കാണുന്ന കുറെ നല്ല മനസ്സുള്ള ആൾക്കാർ കുറെ പേര് ഫോർവേഡ് ചെയ്തിട്ട് ഇതുപോലെ വിളിച്ചിരുന്നു. ആണല്ലേ? അത്രേ ഉള്ളൂ. നന്ദിയുണ്ട്. സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദിയുണ്ട്, വളരെ നന്നായിട്ട് നന്ദിയുണ്ട്. വേറെ റിമൂവ് ചെയ്യേണ്ട വന്നു. എയർ ആൻഡ് അലോയ്സ് റിമൂവ് ചെയ്യണ്ട. അലോയുടെ സൈസ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അലോയും ചേഞ്ച് ചെയ്തു, അലോയുടെ സൈസും കുറച്ചു, വേറെ അലോയ്സ് ഇട്ടു. എന്ത് ചെയ്യാൻ പറ്റും? നോമ കോൺട്രവേഴ്സീസ് ഇന്ത്യ. ഇത് കഴിഞ്ഞില്ല, ഇനിയും അടുത്ത 60 കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് എടാ ഞാൻ ഗൈസ്, നിങ്ങൾ പുതിയ ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറയുക, അവന്റെ ആ സമയത്തെ ലൈവുകൾ കണ്ടു നോക്കിയാൽ മതി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ബാബു ഉണ്ടല്ലോ, ബാബുവിനെ എടുത്തിട്ട് പട്ടിയത്തല്ല നമ്മൾ വെറുതെ വഴിയെ പോണവന്മാരൊക്കെ എടുത്തിട്ട് അടിക്കുക, ഭയങ്കരമായിട്ട് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത കുറേ ടീംസ് ഉണ്ട്. നിങ്ങൾ ആ സമയത്ത് ലൈവ് കാണണമായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ടി വിയെ ഫാൻസ് എന്നെ വന്ന് തള്ളക്കി വിളിക്കുമായിരുന്നു. ബാബുവിൻ്റെ ലൈവ് കണ്ടിട്ട് വിഷമം വരും, ബ്രോ ഒന്ന് സിറ്റി കയറ് ബ്രോ. ഞാൻ മറ്റേ കോമ്പറ്റേറ്റീവ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രോ ഒന്ന് സിറ്റി കയറ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ചീത്ത വിളിക്കുമായിരുന്നു. അറിയത്തുണ്ട് ആ സമയത്ത് ബാബു മറ്റേ അവസാനം നാട്ടുകാരായത് മൊത്തം അടി കൊണ്ടോണ്ടിരുന്നപ്പോൾ പിന്നെ IPL ആക്കി ബാബുവിന്റെ IPL സ്ട്രീംസ്. ജാസ്മിനാ അറിയത്തില്ല, വെക്കൂ. ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ജാസ്മിനാന്ന് വിചാരിച്ചേണ്ട. ജാസ്മിൻ നല്ലത്. അയച്ചു FTW. നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. ഇവൻ കുണ്ടനാണ്, ഇവൻ ആമ്പിള്ളേരെ ഇഷ്ടം. അത് നിങ്ങളുടെ ID കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ആമ്പിള്ളേരപ്പൊ പെമ്പിള്ളേർ ID കണ്ടുപിടിച്ച് അയച്ചെന്ന് അറിയാം. ആമ്പിള്ളേരായിട്ടുള്ളത് നിങ്ങൾക്ക് പെമ്പിള്ളേരുടെ ID അറിയാമെന്നറിയാം. അപ്പൊ നിങ്ങൾ ഇവന് ഫോർവേഡ് ചെയ്യുമ്പോൾ ഇവൻ ആ പെണ്ണിനായിരിക്കത്തില്ല മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളില്ലേ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവൻ. ഹായ് ബ്രോ എന്താ ഇട്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു. ഇവ കുണ്ടനാണ്. നീ മഹാരാജ് കോളേജിൽ സെക്കൻഡ് ഇയർ അല്ലേ നീ പഠിക്കണേ ഇപ്പൊ? അല്ല, കാർമൽ കോളേജ് ഫസ്റ്റ് ഇയർ. നിന്നെ കണ്ട ഞാൻ ഈ സീനെ മറ്റേ തിയേറ്ററിൽ കണ്ട ഞാൻ രണ്ടുള്ളി മൂത്രം പോയ സീനാണിത്. ഞാൻ പെട്ടെന്ന് ഇത് പോസ്റ്റ് ചെയ്ത് മാറ്റാൻ വന്നതാ. അണ്ണാ ഞാൻ വരച്ചതൊന്ന് സപ്പോർട്ട് ചെയ്യൂ. എടാ അവൻ വരച്ചതാണ്. എടാ ഇവൻ ഹരീഷ്ണൻ ആർട്സ്, ഇവനെ അറിയത്തില്ല, ഇവൻ കൊറേ വരച്ചിട്ടുണ്ട്, നമ്മുടെ അതിനകത്ത് കൊണ്ടിടുന്നുണ്ട്. ഇത് നോക്ക്, ഇത് നീ വിശ്വസിക്കത്തില്ലേ? ഇത് അല്ല, ഇത് സംശയമുള്ളവരുണ്ടോ ഇത് വരച്ചല്ലെന്ന്? എടാ മോനെ ഹരീഷ്ണ നാളെ ഇതിന്റെ ടൈം ലാപ്സ് ഇവിടെ നീ ഇടണം. എനിക്ക് തന്നെ വിശ്വാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന വാഴക്കുണ്ണുകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടി നാളെ എനിക്ക് ഉറപ്പായിരുന്നു.